ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് വ്ളോഗൊന്നും ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തത്. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. സൺഡേ എന്ന് പറയുമ്പോൾ ഇത് അടുത്ത സൺഡേ ആവാറായി. ഇപ്പോഴാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അത് വേറൊന്നുമല്ല, വീഡിയോ എടുത്ത് വെച്ച് പിന്നെ അറിയാലോ, എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത് ഏട്ടനാണ്. എനിക്കങ്ങനെ എഡിറ്റിങ്ങിൽ അങ്ങനെ വലിയ വശമില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് ഒട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ക്യാമറ കൈകാര്യം ചെയ്ത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പം എൻ്റെ ഒറ്റ നിർബന്ധത്തിനാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്, വേറെ എവിടെയല്ല, വീട്ടിലേക്കാണ്. അപ്പോൾ ഞായറാഴ്ച ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാൻ ഇല്ലാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ഫ്രീ ആയിട്ടിരിക്കാൻ വേറെ ഒന്നും ഇല്ലാന്ന് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അമ്മേനെ വിളിച്ചപ്പം പിന്നെ അവിടെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കുറേ ആയിട്ട് ബീഫ് കഴിച്ചിട്ട്. ഞങ്ങളിവിടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്, പക്ഷേ ബീഫ് മേടിക്കണേ ടൗണിലേക്ക് പോകണം. അപ്പം മഴയാകുമ്പോൾ വണ്ടി കയറാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അമ്മ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, വന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടും, അങ്ങനെ ടൗണിലേക്ക് പോയാൽ കിട്ടും. പിന്നെ വീട്ടിലേക്ക് പോകാനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ മിസ്സാക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും പോയി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. കുഞ്ഞൂസിനെ കൂട്ടുന്നില്ല കേട്ടോ. കുഞ്ഞൂസിനെ എഴുന്നേൽപ്പിച്ച് വേഗം അമ്മേൻ്റെ അടുത്തേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിച്ചില്ല, രാവിലത്തെ പണികളൊന്നും ചെയ്തില്ല, അങ്ങനെ പോവുകയാണ് കേട്ടോ. കുഞ്ഞൂസിനെ അറിയില്ല ഞാൻ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ ആൾ സമ്മതിക്കില്ല, ഞാൻ ടൗണിലേക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളിന്ന് ബൈക്കിന് പോകാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴി മൊത്തം തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ വണ്ടി കയറുമോ ഇല്ലേന്നൊന്നും അറിയില്ല. വണ്ടി കയറില്ല എന്നാണെങ്കിൽ ഇന്ന് ബസ്സിന് പോകേണ്ടി വരും. രാവിലെ പെട്ടെന്ന് തോന്നിയ ഒരിതാണ് കേട്ടോ. ചേട്ടൻ വണ്ടി എടുക്കുന്നുണ്ട്, കയറുമോ എന്നുള്ളത് നോക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വഴിയുടെ അവസ്ഥയൊക്കെ ഇതുണ്ടോ, നല്ലോണം തെന്നി കിടക്കുകയാണ്. 2 ദിവസമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ തെന്നി കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ആയി വണ്ടിയൊക്കെ എടുത്തിട്ട്. ഞങ്ങൾ ബസ്സിന് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പോവാറുള്ളത്. ചേട്ടൻ വരുന്നുണ്ട്. കുറേ ആയി ബൈക്കിലും കയറിയിട്ട്. മഴ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബൈക്കിൽ പോയിട്ടില്ല കേട്ടോ. കയറുമോ? എനിക്ക് പേടിയാവുന്നു. കുഴപ്പമില്ലാണ്ട് വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പിടിച്ച് ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ക്യാമറ എത്രമാത്രം ശരിയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് അടുത്തൊന്നും വീടുകളൊന്നും ഇല്ല അജിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വഴി നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ ചെമ്പരത്തി തോട്ടത്തിലേക്കൊക്കെ വരുന്ന വഴി കണ്ടിട്ടില്ലേ? അപ്പോൾ കയറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളെ വഴീൻ്റെ ഇവിടെ ഇങ്ങോട്ട് ഒരു വീടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ സൈഡ് വഴിയിലേക്ക് വരുമ്പോൾ ഒരു വീടുണ്ട്. എന്നോട് കുറേ പേര് പറഞ്ഞായിരുന്നു അജി കാണുമ്പോൾ പേടിയാവുന്ന വീടൊന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഈ ഒരു വഴി കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ സ്ഥലം. ഇത് പൊതുവഴിയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരു വീടുണ്ട്, കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രമാണ് കേട്ടോ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡുള്ളത്. അങ്ങോട്ടേക്ക് നമ്മുടെ വഴിയൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഞാൻ വണ്ടിയിൽ കയറട്ടെ കേട്ടോ. കയറട്ടെ. ചേട്ടൻ പിടിച്ചോ, ഞാൻ ഹെൽമെറ്റ് ഇടുന്നു. നമ്മുടെ അടുത്ത വീട് കാണിച്ചു കൊടുത്തേ ഞാൻ. നമ്മുടെ വ്ളോഗിലെ എല്ലാവരും ചോദിക്കും നമ്മുടെ വീട് ഇവിടെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ജസ്റ്റ് നമ്മളെ ഇപ്പുറത്തേക്കുള്ള വഴിയും കൂടി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് മാത്രം കേട്ടോ, അധികം ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പം ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചെമ്പരത്തി തോട്ടമില്ല, ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ചെമ്പരത്തി തോട്ടമില്ലേ,
അതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. ഇതുണ്ടോ, ഇത് ഞങ്ങളുടെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ മൂത്തമ്മയുടെ വീടാണ്. ഞങ്ങളെല്ലാവരും കുടുംബക്കാരാണ് കേട്ടോ മൊത്തം ഉള്ളത് ഇവിടെ. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ കുറേ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ക്യാമറ എന്താ പറയുക പിടിച്ചത് ഒട്ടും കറക്റ്റ് ആയില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് വഴിയൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ, കാരണം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ചോദിക്കും അജി ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഭംഗിയുള്ള ഒരു കുഞ്ഞ് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടത്തേക്ക് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ ക്യാമറയിൽ കാണുന്നത് മിററും ക്യാമറയും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞ് റിസോർട്ട് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുന്നത് അജി ഇവിടെ വയനാട്ടിലുള്ള നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരണം അങ്ങനെയുള്ളതൊക്കെ. മഴ കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ വ്ളോഗായിട്ട് എന്താ പറയുക ഒരു ട്രാവൽ വ്ളോഗായിട്ട് ചെയ്യുന്നതല്ല. ഞാൻ ജസ്റ്റ് വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ അത് പാളിപ്പോയി. ഏട്ടൻ പിന്നെ കുറച്ച് പെർഫെക്ഷൻ്റെ ആളാണ് കേട്ടോ. ഏട്ടൻ എല്ലാം കറക്റ്റ് ആയ ഏട്ടൻ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഏട്ടൻ ചെയ്യില്ല കേട്ടോ. വീഡിയോ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. പക്ഷെ ഞാനിത് നിർബന്ധം പിടിച്ചിട്ട് എനിക്ക് വീഡിയോ എന്തായാലും ചെയ്യണം. ഞാൻ കാരണം വീഡിയോ ഒട്ടും പ്ലാൻ ചെയ്യാതെ ചെയ്തതാണ്. പക്ഷെ വീട്ടിലേക്കൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ ഒന്ന് അതൊക്കെ കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ടൗണിലെത്തി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പോർക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. വീട്ടിലേക്ക് പോർക്ക് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു. അവർ ബീഫ് വാങ്ങി തരുമ്പോൾ ഞങ്ങൾ പോർക്ക് വാങ്ങിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ കുഞ്ഞൂസിനും പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ടൗണിൽ നിന്നൊന്നും വലുതായിട്ട് ഷൂട്ട് ചെയ്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യാനേ കുഴപ്പമില്ല. എനിക്ക് ക്യാമറ എടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മടിയാണ് കേട്ടോ. ക്യാമറ എല്ലാവരും നോക്കും, അപ്പോൾ എനിക്ക് കുറച്ച് അമ്മലാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. മെല്ലെ പോയത് ഇവിടുന്ന് ഒരുപാട് സ്പീഡ് വേണ്ട. എൻ്റെ കാട്ടികളും ടൗൺ. പിന്നെ നമ്മുടെ സ്ഥലം എത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് സ്ലോ ആക്കാൻ പറഞ്ഞത് സ്കൂൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈ ടൗൺ തിരുനെല്ലിയൊക്കെ വന്നിട്ടുള്ളവർക്ക് ഈ ടൗൺ എന്തായാലും പരിചയം ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ തിരുനെല്ലിയിലേക്ക് പോകുമ്പോഴുള്ള ലാസ്റ്റത്തെ ഒരു വലിയ ടൗൺ എന്ന് പറയുന്നത് ഈ ഒരു കാട്ടിക്കുളം ടൗൺ ആണ്. ഇവിടെയാണ് കേട്ടോ എൻ്റെ വീട്. ഞാനിത് എടുത്തെടുത്തല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അജി വയനാട് എവിടെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ വീട് കാട്ടിക്കുളം എന്നാണ് കേട്ടോ. പിന്നെ ഞാൻ കെട്ടിച്ച് വിട്ട സ്ഥലം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പിന്നെ മാനന്തവാടി വെൺമണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവിടെ കുട്ടീസ് ഉണ്ട്, നമ്മൾ പോകുമ്പോൾ എന്തായാലും നോക്കും, മിഠായി വാങ്ങിച്ചിട്ട് പോയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. എൻ്റെ സ്ഥലത്തിൻ്റെ പേര് പുഴവയൽ എന്നാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരിക്കും കേട്ടോ. കാര്യം എന്താ വെച്ചാൽ പുഴയും വയലും ഇത് തന്നെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ അവിടുത്തെ അമ്പലമാണ്. പണി തീർന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാത്തത്. അമ്പലം എനിക്കിവിടെ എത്തുമ്പോൾ ഏറ്റവും നൊസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഞങ്ങളുടെ അമ്പലം തന്നെയാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഞാൻ അമ്പലത്തിൽ പൂ കെട്ടാൻ പോവാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലാണ് ഇവിടെ എത്തുമ്പോൾ അമ്പലം കാണുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ വീടൊക്കെ കാണിക്കുന്ന സമയം വീട് കാണിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചില്ല. അവിടെ നമുക്ക് കുന്നും മലകളും ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ, പുഴയും വയലുകളാണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ മണ്ണിടിച്ചിലാണ് ഞങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യമെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പേടിയല്ല, എന്നാലും വെള്ളം കയറുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇങ്ങനെ തൊഴിലുറപ്പ് ഇങ്ങനെ നമ്മൾ തോടിൻ്റെ പണികളൊക്കെ എടുക്കില്ല, അതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ, എൻ്റെ ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പുഴയും വെള്ളവും അങ്ങനെയൊക്കെ കാണാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയില്ല, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അടുത്തടുത്ത് അവിടെ വീടുകളില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇത് കണ്ടോ അടുത്തടുത്തടുത്ത് വീടുകളാണ് കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. ഈ 2 വീടുകൾ കണ്ടോ, ഈ 2 വീടുകളുടെ നടുക്ക് കൂടെ പോയ എൻ്റെ വീടാണ് കേട്ടോ. ഞാനതാ പറഞ്ഞ തൊട്ടടുത്തടുത്ത് വീടുകളാണ്. ഞങ്ങൾക്ക് എല്ലാവരും അങ്ങനെ കഴിയുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, വെള്ള പെയിൻ്റ് അടിച്ചിട്ട്. ഇപ്പോൾ ഈ കെട്ടുന്ന വീട് എൻ്റെ വലിയേട്ടൻ്റെ വീടാണ്. വലിയേട്ടൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ എല്ലാവരും ഫ്രണ്ടിലുണ്ടാവും. ഇന്ന് എല്ലാവരും മാറിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് മാത്രം എനിക്ക് കറക്റ്റായിട്ട് പോസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അമ്മായി വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും അകത്ത് കയറി ഒളിച്ചിരിക്കുക. ഹായ് വരാം, ഹായ് വരാം, ഹായ് വരാം. എന്റെ പെണ്ണ് നോക്കി സൂപ്പറായിട്ട് പോസ് ചെയ്ത് വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ക്യാമറയുടെ മുന്നിലേക്ക് വരാത്തതാണ്. അച്ഛനും വലിയേട്ടനും ഇല്ല, ബാക്കി ഏടത്തിമാരും എല്ലാവരും ഉണ്ട്. ക്യാമറയിലേക്ക് ആരും വരാത്തതാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയാൽ വേഗം അടുക്കളയിലേക്കാണ് ആദ്യം പോവുക. ഇന്നാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉണ്ടാക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ 2 ഉണ്ണിയപ്പം കഴിച്ചായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പവും കാപ്പിയും കുടിച്ചായിരുന്നു. അപ്പോൾ അമ്മ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും
പഞ്ചസാര ഇട്ടിട്ട് പുട്ടും പിന്നെ അമ്മ നല്ല ബ്രൂ കോഫി വെച്ച് തന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കഴിക്കുകയാണ്. ഏട്ടനും കഴിച്ചു കേട്ടോ. ഏട്ടനും കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ എല്ലാവർക്കും കുഞ്ഞൂസിനെ കൊണ്ടുവരാതെ വന്നതിലുള്ള പരാതിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമവും. വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ ഇവിടെ വന്നിട്ടാണ് വന്നത് എന്നുള്ളത് അവൻ ശരിക്കും അറിയുള്ളൂ. കാരണം വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ദിവസമായി അമ്മ വീട്ടിൽ വന്ന് 2 ദിവസമെങ്കിലും നിൽക്കാൻ പറയുന്നു. ഞങ്ങൾ അങ്ങനെ താമസം മാറിക്കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് നിൽക്കൽ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എല്ലാവരുമായിട്ട് കുറച്ച് വർത്താനം പറഞ്ഞിരുന്നു. അധികം സമയം ഇരിക്കാനുള്ള സമയമില്ല. കാരണം പോയിട്ട് വേണം ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയം ഇരിക്കാനുള്ള ഇതില്ല. അപ്പോൾ അമ്മ പറയായിരുന്നു കേട്ടോ, നമ്മളിനി പിന്നെ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാം, നമുക്ക് ഇവിടുത്തെ ഒരു ഡേ ഒക്കെ എടുക്കാം, അന്ന് ഞങ്ങൾ എല്ലാവരും വീഡിയോയിൽ വരാട്ടോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് വലിയ മഴയൊന്നുമില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു 2 ദിവസമായിട്ട്. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ ചെറുങ്ങനെ ഓരോ തുള്ളി ഇടുന്നുണ്ട്. ഞങ്ങൾ അത് കാര്യമാക്കാതെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് വീടെത്തണം. അത് മാത്രമല്ല നമ്മുടെ വഴി കണ്ടല്ലോ. അപ്പോൾ തിരിച്ച് വണ്ടി ഇറങ്ങണമെങ്കിൽ മഴ പെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്ന് കുഞ്ഞൂസിനെ കൂട്ടിയാൽ മതി എന്ന് അവിടെ എത്തിയപ്പോൾ തോന്നിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം പോയാൽ ഇവിടുന്ന് കറിയൊക്കെ വെച്ച് കഴിച്ചിട്ടൊക്കെ കുറച്ച് കറി എടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. എനിക്ക് അത് ആ ബുദ്ധി തോന്നിയില്ല കേട്ടോ. ഏട്ടനറിയാം കുഞ്ഞൂസിനെ കൂട്ടിയാൽ കറക്റ്റായിട്ട് ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് മനഃപൂർവ്വം ഏട്ടൻ കൂട്ടാണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ എനിക്ക് പിന്നെ പുട്ടിൻ്റെ പൊടി അമ്മ അവിടുന്ന് പൊടിച്ച് വറുത്ത് വെച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ പുട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വേഗം പുട്ടിൻ്റെ പൊടിയൊക്കെ പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പോവുകയാണ്. അധികം സമയം നിൽക്കാനുള്ളൊരു ഇതില്ല. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ജസ്റ്റ് ഒന്ന് ബൈക്കിൽ കയറ്റിയതാണ് കേട്ടോ. അവൾക്ക് ബൈക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ കുറച്ച് ദൂരം അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മോളെയും കൊടുത്തിട്ട് വേഗം പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഷൂട്ട് ചെയ്യാതിരുന്നത് നന്നായി എന്ന് എൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന കഴിവ് വെച്ചിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തായാലും ബീഫൊക്കെ ഉണ്ടാക്കിയല്ലോ, ബീഫും പോർക്കൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. മല്ലി മുളകൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറി. പിന്നെ തൈര് വാങ്ങിക്കണമായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ഏട്ടൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നീ എല്ലാ സാധനവും അടുക്കി പെറുക്കി വെക്കുകയാണ്. ഞാൻ എല്ലാം നോക്കൂട്ടോ, പക്ഷെ എല്ലാം വാങ്ങിക്കില്ല. എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വാങ്ങിക്കുമ്പോഴേ എനിക്ക് ടെൻഷനാണ് കേട്ടോ. ഒരുപാട് സാധനം ആകുമ്പോൾ എനിക്ക് ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയും നീ എല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണോ എന്ന്. അപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആ സാധനം വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുക്കി പെറുക്കി വെച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീടെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു സമയമായി. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു 9 മണി 9:30 ആയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ തന്നെ ഒരു 11:30 12 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ വേഗം ഇനി ഉച്ചത്തേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ബീഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നോൺ വെജ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ചിക്കനും ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ കുക്ക് ചെയ്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മിക്കപ്പോഴും അമ്മ അപ്പുറത്ത് ഞങ്ങൾ അവിടെ വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചാണ് കേട്ടോ ഞങ്ങൾ പിന്നെ നോൺ വെജ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒറ്റയ്ക്കൊന്ന് വെച്ച് നോക്കണം എന്നുണ്ട്. പിന്നെ ഏട്ടന് അത്യാവശ്യം വെക്കാനൊക്കെ അറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എനിക്കും അറിയായികയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വെച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും ബീഫും ഉണ്ടാക്കണം, പോർക്കും ഉണ്ടാക്കണം. അപ്പോൾ വേഗം ഞാൻ മല്ലിയും മുളകും ഇതാക്കി കേട്ടോ. അപ്പോൾ ഏട്ടന് ഇന്ന് നിർബന്ധമായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപയോഗിക്കേണ്ട, നമുക്ക് മല്ലിയും മുളകും വറുത്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് മസാലയൊക്കെ ചേർത്ത് കേട്ടോ. മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി പൊടിച്ചതും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് ഉള്ളിയും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് അത് കുറച്ച് കേട്ടോ, അധികം ഇട്ടില്ല. ബാക്കി വഴറ്റുന്ന സമയത്ത് ഇടാന്ന് വെച്ചിട്ട് പിന്നെ ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചിക്കനേക്കാളും ഇഷ്ടമാണ് ബീഫ് കഴിക്കാനായിട്ട്. ചിക്കനൊക്കെ നമുക്ക് അടുപ്പിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വെറുപ്പിക്കലല്ലേ, പക്ഷേ ബീഫ് അങ്ങനെയല്ല കേട്ടോ. പിന്നെ എപ്പോഴൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല, ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ മഴ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ പോകാനുള്ളൊരു ഇതില്ല, പിന്നെ വണ്ടി കയറ്റാനുള്ളല്ലോ. അപ്പോൾ ടൗണിൽ പോകണമല്ലോ, നേരത്തെ രാവിലെയൊക്കെ പോയാലാണല്ലോ നമുക്ക് നല്ലതൊക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് വന്നുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോർക്കും മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പോർക്കും ഞാൻ അതേപോലെ തന്നെ മസാലകളൊക്കെ ഇട്ടിട്ട് ഉള്ളിയും പിന്നെ അതിനകത്ത് കുറച്ച് കൂടുതൽ ഉള്ളി ഇട്ടിട്ട് വഴറ്റുമ്പോൾ ഒരുപാട് ഉള്ളിയൊന്നും വേണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഇട്ടു. പിന്നെ ഇത് ബീഫിനുള്ളതാണ്. ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ട് അത് ആദ്യം ഒന്ന് പിന്നെ എണ്ണയിൽ വഴറ്റിയെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നും തരുന്നില്ല കേട്ടോ. കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ബീഫൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയണം കേട്ടോ. വേറെ ഏതെങ്കിലും രീതിയിലാണോ, വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. നമ്മുടെ വ്ളോഗിൽ നിങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഞാൻ മസാല ബീഫിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെയും കുറച്ചും കൂടി മസാല ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ അതിനകത്തേക്ക് ബീഫ് ചേർത്തു കേട്ടോ.
അപ്പോൾ ബീഫ് വേഗം വെന്തു ട്ടോ. അങ്ങനെ ഒരുപാട് ഇതൊന്നും വേണ്ടി വന്നില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ വെള്ളം ഓൾറെഡി ബീഫിലുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു ട്ടോ. അപ്പോൾ ആ വെള്ളത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ബീഫിൽ നിന്നുള്ള ആ വെള്ളം തന്നെ മതിയായിരുന്നു. അപ്പോൾ ബീഫ് ഇന്ന് ഒരുപാട് ചാറൊന്നും ആക്കാതെ വരട്ടി വെക്കാന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ ബീഫ് വേഗം ഇങ്ങനെ എന്താ വെച്ചാൽ ആ മസാലയിലേക്ക് ആകുമ്പോൾ കളർ വേഗം അതിൻ്റെ ഇതിലേക്ക് പിടിക്കുമല്ലോ. എനിക്കിങ്ങനെ വെള്ള ഇറച്ചി ചിക്കനിലൊക്കെ ചില സമയത്ത് അങ്ങനെ നമ്മൾ എത്ര ഇതാക്കിയാലും ഒന്ന് പിടിച്ച് കുറച്ച് സമയം ആകുമ്പോഴല്ലേ ആ ചിക്കനിൽ കറക്റ്റ് ആയിട്ടുള്ള കളർ വരുള്ളൂ. പക്ഷേ ബീഫിൽ അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബീഫ് കുക്ക് ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് വരട്ടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പോർക്ക് അധികം വരട്ടാണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കാമെന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എനിക്കറിയാം ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കൂടി കിടക്കും കേട്ടോ. എല്ലാം കൂടി ഭ്രാന്ത് പിടിക്കും. കാരണം ഒന്നാമത് ഇന്ന് സമയം പോയി, നല്ല വിശപ്പും ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു കഷ്ണം പുട്ട് കഴിച്ചതാണ്. അപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. പിന്നെ കുഞ്ഞൂസിനും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവന് സമയമായി ഏകദേശം ഇപ്പം തന്നെ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം മോരൊന്ന് കാച്ചിയെടുത്തു. തേങ്ങ അരച്ചിട്ട് മോര് വെക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വെറുതെ നമ്മൾ മോര് കാച്ചിയെടുക്കൂലേ, കടുക് വറുത്തിട്ട് വെറുതെ കാച്ചിയെടുക്കൂലേ, അങ്ങനെ ഞാൻ വേഗം മോരൊന്ന് കാച്ചിയെടുത്തു കേട്ടോ. തേങ്ങ അരച്ചിട്ട് വെക്കുന്നതാണ് എനിക്കിഷ്ടം. കുറച്ചും കൂടി കൊഴുപ്പുണ്ടാവും. പക്ഷേ ഇന്ന് അതിനുള്ള ക്ഷമയും ഇല്ല, സമയവും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുത്തു. പിന്നെ പാക്കറ്റ് തൈരാകുമ്പോൾ പുളി ഇല്ലാത്തതുകൊണ്ട് തേങ്ങ അരച്ച് വെച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ തൊട്ടടുത്ത് കടയിൽ നിന്ന് മേടിക്കും. അവിടെയൊക്കെ ആകുമ്പോൾ നല്ല പുളിയുള്ള തൈരായിരിക്കും. അതാവുമ്പോൾ വലിയ വിഷയമില്ല കേട്ടോ. തേങ്ങ അരച്ച് തന്നെ വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം പോർക്കിനുള്ളതും കൂടി എല്ലാം വഴറ്റിയെടുത്തിട്ട് പോർക്കിലും തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ പോർക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ അധികം വരട്ടി വെച്ചില്ല, കുറച്ച് ഗ്രേവി, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് പോർക്കും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആയി കേട്ടോ. എല്ലാവരും നല്ല വിശപ്പിലാണ്. അപ്പോൾ ബീഫും റെഡിയായി, പോർക്കും റെഡിയായി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മോരും കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്നിച്ച് വാങ്ങിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാറുള്ളൂ. ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കൻ, ബീഫ് വാങ്ങിക്കുമ്പോൾ ബീഫ്, പോർക്ക് വാങ്ങിക്കുമ്പോൾ പോർക്ക്, അങ്ങനെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് എന്തായാലും തൈര് പിന്നെ നമ്മളിങ്ങനെ ചർലാസ് പോലെ ആക്കൂലേ, അത് അല്ലെങ്കിൽ ഇങ്ങനെ മോര് കാച്ചി എടുക്കുന്നത്, അത് എന്തായാലും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇത് രണ്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്നിച്ച് വാങ്ങിയത്. കുഞ്ഞൂസിന് ഇഷ്ടമായതുകൊണ്ടാണ് അതും കൂടി പോർക്കും കൂടി ഞങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേഗം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊന്ന് കഴുകി വെച്ചിട്ട് കഴിക്കാനിരിക്കാൻ കുറച്ചുകൂടി സമാധാനം ഉണ്ടാവില്ല. പിന്നെ ചോറ്, പിന്നെ വൈകുന്നേരം വെച്ച ചോറുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേഗം പിന്നെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ചോറ് തിളപ്പിക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. പിന്നെ കുളിയും കൂടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ക്ഷമ കിട്ടിയില്ല കേട്ടോ. വിശന്ന് അങ്ങേ തല എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ല, അമ്മേൻ്റെ അടുത്ത് കഴിച്ച ആ ഒരു ചെറിയൊരു കഷ്ണം പുട്ടാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് വിശപ്പ് ഒട്ടും സഹിക്കാത്തതുകൊണ്ട് കുളിക്കാനൊന്നും നിന്നില്ല. വേഗം എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ചോറ് വിളമ്പി കേട്ടോ. പിന്നെ മോര് ഞാൻ പറഞ്ഞല്ലോ തേങ്ങ അരക്കാത്ത ആയതുകൊണ്ട് വലിയ ഒരു കൊഴുപ്പില്ല. പക്ഷെ ബീഫാണെങ്കിലും പിന്നെ പോർക്കാണെങ്കിലും അടിപൊളിയായിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി ഞാൻ തന്നെ പറയുന്നതിൽ തോന്നരുത്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകളോ കുറവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ട് അപ്പം ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പിന്നെ സൺഡേ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഒരുപാട് ഇനി അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെ ഒരുപാടായോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ ക്യാമറേൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.